നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കണോ എന്നതിൽ സുപ്രീംകോടതി തിങ്കളാഴ്ച തീരുമാനമെടുക്കും. നീറ്റ് യുജിയുടെ പരീക്ഷാ കേന്ദ്രങ്ങൾ തിരിച്ചുള്ള വിവരങ്ങൾ നാളെ വൈകിട്ട് 5-നകം പ്രസിദ്ധീകരിക്കണമെന്ന് NTA നിർദ്ദേശം. വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ മാസ്ക് ചെയ്യാനും NTA സുപ്രീംകോടതിയുടെ അനുമതി. കേസ് രജിസ്റ്റർ ചെയ്ത ബീഹാർ പോലീസിന്റെ റിപ്പോർട്ട് ഹാജരാക്കണം. പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചുവെങ്കിൽ മാത്രം പുനഃപരീക്ഷയെന്നാണ് സുപ്രീംകോടതി വാദത്തിനിടെ വ്യക്തമാക്കിയത്. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേട് ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ടം ഹർജികളിൽ വാദം പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 10:30 ഹർജികളിൽ അന്തിമഘട്ട വാദം കേൾക്കും. ഉച്ചയോടെ വാദം പൂർത്തിയാക്കിയ ശേഷം പരീക്ഷ റദ്ദാക്കണോ എന്നതിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തീരുമാനമെടുക്കും. ചോദ്യപേപ്പർ ചോർന്നതിന് 2 സാധ്യതകളുണ്ടെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. മെയ് 3 മുമ്പ് ബാങ്കിന്റെ കസ്റ്റഡിയിലെത്തും മുൻപേ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടാവാം. ബാങ്ക് ചോദ്യപേപ്പറുകൾ നൽകിയതിനു ശേഷം ചോർന്നതിനും സാധ്യതയുണ്ട്. മെയ് 3-നും 5-നും ഇടയിലെങ്കിൽ ദീർഘമായ സമയമാണ് ക്രമക്കേട് നടത്തിയവർക്ക് ലഭിച്ചതെന്നും സുപ്രീംകോടതിയുടെ നിരീക്ഷണം. വിദ്യാർത്ഥികൾ ആവശ്യം ഉന്നയിച്ചതുകൊണ്ട് മാത്രം പുനഃപരീക്ഷ നടത്താനാവില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചുവെങ്കിൽ മാത്രം പുനഃപരീക്ഷയ്ക്ക് ഉത്തരവിടുമെന്നും സുപ്രീംകോടതി അറിയിച്ചു. പ്രതികൾ പുതിയ മൊബൈൽ ഫോണും സിമ്മും വാങ്ങിയാണ് ടെലഗ്രാമിലൂടെ ചോദ്യക്കടലാസ് ചോർത്തിയതെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ സുപ്രീംകോടതി അറിയിച്ചു. പരീക്ഷയുടെ തലേന്ന് ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല. ചോദ്യക്കടലാസ് ചോർന്നത് ഒരു സെന്ററിൽ പരീക്ഷാ ദിവസം രാവിലെ എന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മറുപടി. മെയ് മാസം 3-ന് മുൻപ് ചോദ്യപേപ്പർ ചോർന്നുവെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. ചോദ്യപേപ്പർ സ്വകാര്യ കൊറിയർ കമ്പനിയുടെ കൈവശമുണ്ടായിരുന്നുവെന്ന് ഹർജിക്കാർ സുപ്രീംകോടതി അറിയിച്ചു. ക്രമക്കേട് നടത്തിയവരെ ഡീബാർ ചെയ്യുമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ മറുപടി നൽകി. കൗൺസിലിംഗ് നടപടികൾ ഈ മാസം 24-ന് ആരംഭിക്കും. സർക്കാർ കോളേജുകളിൽ 55,000 സീറ്റുകളും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ 53,000 സീറ്റുകളുമുണ്ട്. രാജ്യത്താകെ 1,80,000 സീറ്റുകൾ. റാങ്ക് പട്ടിക അനുസരിച്ച് സീറ്റ് ഉറപ്പിച്ചവർ പുനഃപരീക്ഷ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി സുപ്രീംകോടതി അറിയിച്ചു. സീറ്റ് ഉറപ്പില്ലാത്ത 131 പേർ മാത്രമാണ് പുനഃപരീക്ഷ ആവശ്യപ്പെട്ടത് എന്നുമാണ് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി സുപ്രീംകോടതിയിൽ നൽകിയ വിശദീകരണം. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.